എല്ലാവർക്കും നമസ്കാരം. ഛോട്ടാ വിപിനാണ്. ഞാനിങ്ങനെ എൻ്റെ സിനിമാ ജീവിതത്തിലെ ആദ്യ പ്രതിഫലത്തെക്കുറിച്ച് ഓർക്കുകയായിരുന്നു. കാരണം ആദ്യമായിട്ട് അത്ഭുതദ്വീപ് എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കുമ്പോൾ എനിക്ക് ലഭിക്കുന്ന പ്രതിഫലം ഒരു ദിവസം 100 രൂപയായിരുന്നു. 56 ദിവസത്തെ ചിത്രീകരണങ്ങൾക്ക് ശേഷം 5600 രൂപ എൻ്റെ കൈകളിലേക്ക് കിട്ടിയപ്പോൾ പഠിച്ചു നടന്നിരുന്ന കാലത്ത് അതൊരു വലിയ തുകയായിരുന്നു. ഇന്നത്തെ ഏതാണ്ട് ഒരു 10,000 രൂപയുടെ വിലയും കൂടാതെ എൻ്റെ ജീവിതത്തിൻ്റെ വിലയും കൂടിയാണ് എന്നാണ് ഞാനന്ന് മനസ്സിലാക്കിയത്. ഇന്ന് അതൊക്കെ ഓർക്കുമ്പോൾ ഒരുപാട് സന്തോഷമാണ് മനസ്സിൽ തോന്നുന്നത്. കാരണം അന്ന് ആ 100 രൂപ ഒരു കുറഞ്ഞ പ്രതിഫലമാണ് എന്ന് ചിന്തിച്ച് അതുമായി ബന്ധപ്പെട്ട ആളുകളോട് ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ പിണങ്ങിയിരുന്നെങ്കിൽ ഇന്ന് ഛോട്ടാ വിപിൻ എന്ന് പറയുന്ന വ്യക്തി നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കാൻ കഴിയില്ലായിരുന്നു. പ്രിയമുള്ളവരെ, നിങ്ങൾ കലാജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും അല്ലെ ഏത് പ്രവർത്തനങ്ങളിലായാലും മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറേ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുകയും കണ്ടില്ലെന്ന് നടിക്കുകയൊക്കെ ചെയ്യേണ്ടി വരും. നമ്മുടെയൊക്കെ ജീവിതം ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ഒരു കലാകാരനാവുമ്പോൾ അതിലേറെ കഷ്ടപ്പെടേണ്ടി വരും. പക്ഷേ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം, നമുക്ക് ഒരാൾ പ്രതിഫലം നൽകുമ്പോൾ ആ പ്രതിഫലം നിറഞ്ഞ മനസ്സോടുകൂടി നിറഞ്ഞ പുഞ്ചിരിയോടുകൂടി നമ്മൾ സ്വീകരിക്കാനായിട്ട് തയ്യാറാകണം. കോട്ടയം സോമരാജേട്ടനെ എനിക്ക് ആ സമയം ഒന്ന് ഓർക്കേണ്ടി വരും. കാരണം കോട്ടയം സോമരാജേട്ടൻ എൻ്റെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹം തന്നെയായിരുന്നു. കാരണം സിനിമയിലൊക്കെ അഭിനയിച്ച് പ്രതിഫലത്തിൻ്റെ കാര്യത്തിലൊക്കെ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ ആ സമയത്ത് വിപിൻ ധൈര്യത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും ആ തരുന്ന പ്രതിഫലം മേടിച്ച് വീട്ടിലേക്ക് മടങ്ങാൻ എന്നെ പഠിപ്പിച്ചത് കോട്ടയം സോമരാജേട്ടനാണ്. പക്ഷേ അങ്ങനെ കടന്നു പോകുമ്പോൾ എനിക്ക് പിന്നീടുണ്ടാകുന്ന അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അങ്ങനെ ചില വിട്ടുവീഴ്ചകളൊക്കെ ജീവിതത്തിൽ ചെയ്യുമ്പോൾ പിന്നീട് വിളിക്കുന്ന ആളുകൾ അതിനേക്കാൾ വലിയ പ്രതിഫലത്തിൽ അതിനേക്കാൾ വലിയ തുകയും നൽകി സ്നേഹത്തോടു കൂടി അവരുടെ അടുത്ത വർക്കിൽ എന്നെ പങ്കെടുപ്പിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു കലാകാരനാകുമ്പോൾ ജീവിതത്തിൽ കുറച്ചൊക്കെ വിട്ടുവീഴ്ചകളൊക്കെ ചെയ്ത് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ യാത്ര ചെയ്യാൻ വേണ്ടി തയ്യാറാകണം. ഒരു കാരണവശാലും നിങ്ങളെ സിനിമാ ലോകത്തേക്ക് കൈപിടിച്ച് നടത്തുന്നവരെ വെറുപ്പിച്ചുകൊണ്ട് അവരുടെ ഉള്ളിൽ നമ്മളോടൊരു ദേഷ്യമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു വൈരാഗ്യമോ ഒന്നും ഉണ്ടാക്കാത്ത തരത്തിൽ കലാജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ട് വരും. കാരണം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളെ നയിക്കാൻ, നമ്മളെ കൈപിടിച്ച് കയറ്റാൻ ഈ ലോകത്ത് ആരുമില്ല എന്നുള്ളൊരു സത്യം നമ്മൾ മനസ്സിലാക്കണം. സ്വന്തമായി വഴിവെട്ടി ആ വഴിയിലൂടെ യാത്ര ചെയ്തെങ്കിൽ മാത്രമേ ലോകമറിയുന്ന ഒരു കലാകാരനായിട്ട് നമുക്ക് ജീവിതത്തിൽ എത്തിപ്പെടാൻ കഴിയൂ. അങ്ങനെ എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജീവിതത്തിൽ കുറേയൊക്കെ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആദ്യത്തെ പ്രതിഫലമായ 100 രൂപ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തയ്യാറായത് കൊണ്ടാണ് 20 വർഷങ്ങൾക്ക് ശേഷം ഛോട്ടാ വിപിൻ എന്നൊരു വ്യക്തിക്ക് നിങ്ങളുടെ മുന്നിലിരുന്ന് സംസാരിക്കാൻ സാധിക്കുന്നത്. അതുതന്നെയാണ് ഞാൻ പറഞ്ഞത്, കലാകാരൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. നമുക്ക് ഒരിക്കലും പണത്തിൻ്റെ പുറകെ നിങ്ങൾ സഞ്ചരിക്കരുത്. നിങ്ങൾക്ക് പ്രശസ്തി ഉണ്ടാകുമ്പോൾ പണം നിങ്ങളെ തനിയെ തിരക്കി വരും. നേരെ മറിച്ച് നമ്മൾ പണത്തിൻ്റെ പുറകെ പോയാൽ ഒരിക്കലും നമുക്ക് പ്രശസ്തി ഉണ്ടാവില്ല. നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രശസ്തി വരുമ്പോൾ പണം നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്ക് വന്നു ചേരുന്നതായിട്ട് കാണാൻ കഴിയും. മൂല്യമുള്ള ഒരു വസ്തുവായിട്ട് എന്ന് നിങ്ങൾ മാറുന്നു, ആ മൂല്യം ലോകം എന്ന് തിരിച്ചറിയുന്നുവോ അന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായ പുരോഗതി വന്നു ചേരും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കലാരംഗത്തേക്ക് നടന്നു കയറുന്ന നിങ്ങളുടെ കുഞ്ഞുമക്കളെ ഒരു കാരണവശാലും തടസ്സപ്പെടുത്തരുത്. അവർ നാളെ നിങ്ങൾക്ക് തണലായി മാറുന്ന ആ ദിവസം എന്നാണ് എത്തുക എന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. പക്ഷേ അതിലേക്കുള്ള ചുവടുവെപ്പുകളാണ് ഇന്നവർ സഞ്ചരിക്കുന്ന വഴി എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞ് അവർക്കൊപ്പം നിങ്ങൾ ജീവിക്കുക.